പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെന്ന് ധ്യാനിക്കുന്നത് തോബിത്തിൻ്റെ പുസ്തകം 12:6. അവിടെ വചനം വെളിപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്: ദൂതൻ രണ്ടുപേരെയും രഹസ്യമായി വിളിച്ചു പറഞ്ഞു, ദൈവത്തെ സ്തുതിക്കുകയും അവിടത്തേക്ക് നന്ദി പറയുകയും ചെയ്യുവിൻ. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്കറിയാം. ആ മുൻ വരികൾ നമുക്ക് വായിച്ച തോബിത്തും തോബിയാസും അവരെ റഫായേൽ ദൂതനെ തങ്ങളെ വഴികാട്ടിയവന് പ്രതിഫലം നൽകാനായിട്ട് പോകുന്ന ഭാഗമാണ് അതിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത്. അപ്പോൾ റാഫേൽ വെളിപ്പെടുത്തി പറയും, റാഫേൽ മാലാഖ വെളിപ്പെടുത്തി ദൂതൻ രണ്ടുപേരെയും രഹസ്യമായി വിളിച്ചു പറഞ്ഞു, ദൈവത്തെ സ്തുതിക്കുകയും അവിടത്തേക്ക് നന്ദി പറയുകയും ചെയ്യുവാൻ. നമ്മുടെ ജീവിതത്തിലെ പ്രിയ സഹോദരങ്ങളെ, ഈശോ നൽകിയ എത്രയോ അനുഗ്രഹങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ഈശോ നൽകിയിട്ടുള്ളത്. ആ അനുഗ്രഹങ്ങളെ പ്രതി നന്ദി പറയാനായിട്ട് സ്വർഗം ആവശ്യപ്പെടുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഒറ്റയടിക്ക് നോക്കുന്നത് എനിക്കതിന് എന്താ നന്ദി പറയാനുള്ളത്, നമുക്ക് ലഭിക്കാത്തതിനെ കുറിച്ചിട്ടുള്ള പരാതിയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആത്മീയത ഒരുപാട് താഴെ തട്ടിലാണ് കിടക്കുന്നത്. നമ്മൾ ഒറ്റയടിക്ക് എനിക്ക് എന്താ നന്ദി പറയാനുള്ളത് എന്ന് ഈ വചനം കേൾക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ, പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ആത്മീയത എന്ന് പറയുന്നത് വളരെ താഴെ തട്ടിലാണ്. അതായത് ദൈവം നൽകിയ ഒരു അനുഗ്രഹത്തെയും കുറിച്ച് ചിന്തിക്കാൻ പോയി എത്ര അനുഗ്രഹം അല്ലേ. നമുക്ക് കാഴ്ച, കേൾവി, അതുപോലെ തന്നെ സംസാരിക്കാനുള്ള ശേഷി, പിന്നെ എത്രയോ അല്ലേ നമ്മൾക്ക് ബന്ധങ്ങൾ, എത്ര ഒന്നുമല്ലാത്ത നമുക്ക് കർത്താവ് എന്തൊക്കെ നൽകി. പ്രിയ, ഞാൻ ചിലപ്പോഴൊക്കെ പറയാറുണ്ട്, നമ്മുടെ പിള്ളേരൊക്കെ കാറ്റീസത്തിനെ ഒരു സെഷൻ പറ്റുവാണെങ്കിൽ ഈ മെൻ്റലി റിട്ടാർഡഡ് ആയിട്ടുള്ള കുട്ടികൾ, അല്ലെങ്കിൽ ചെവി കേൾക്കാത്തവർ, ശരീരം തളർന്നവർ, അവരുടെ അടുത്തൊക്കെ പോയി കുറച്ച് നേരമൊക്കെ സംസാരിപ്പിച്ച് അവരെയൊക്കെ ഒന്ന് കാണണം. ഈ ലോകത്തിൽ തങ്ങളെക്കാൾ താഴെ തട്ടിൽ കിടക്കുന്ന മനുഷ്യരെയൊക്കെ ഒന്ന് കാണണം. പ്രിയ സഹോദരങ്ങൾ, എന്ത് മേന്മയാണ് അവരെക്കാൾ എനിക്കുള്ളത് എന്ന് നമ്മളൊന്ന് ആത്മശോധന ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് നോക്കിയേ, ദൈവം നമ്മുടെ ജീവിതത്തിൽ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഒരു 2 പേജ് മിനിമം എഴുതാനുണ്ടാകണം നമുക്ക്. അങ്ങനെ പ്രത്യേകിച്ച് എനിക്കൊന്നുമില്ല എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ തികഞ്ഞ നന്ദികേടിൻ്റെ ഒരു ജീവിതമായിരിക്കും നമ്മുടേതെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് കേട്ടോ. പിന്നെ ഒരു പ്രത്യേക കാര്യം പറയാനുള്ളത്, നമ്മുടെ സെൻറ്റ് മേരീസ് ധ്യാന കേന്ദ്രം പഴുവിൽ ഇന്ന് അവിടെ താമസിച്ചിട്ടുള്ള ധ്യാനം ആരംഭിക്കുകയാണ്. ഇന്ന് തുടങ്ങി ഞായറാഴ്ച ഉൾപ്പെടെ നേതൃത്വം കൊടുക്കുന്നത് ബഹുമാനപ്പെട്ട ജിബി വാഴപ്പിളിച്ചനാണ്. അച്ഛന് വേണ്ടി കൂടി നമുക്ക് പ്രത്യേകമായിട്ട്, അതുപോലെ തന്നെ ആ ശുശ്രൂഷയ്ക്ക് കടന്നു വരുന്ന സകല മക്കളും ആത്മാവിനാൽ നിറയപ്പെടുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.